ശുചിത്വ പഞ്ചായത്തിലേക്ക് ചുവടുവെച്ച് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്. ഹരിതകർമ്മസേനയ്ക്കൊപ്പം ഞങ്ങളുമെന്ന ഭവന സന്ദർശന തീവ്രപ്രയത്നത്തിനാണ് വാരപ്പെട്ടിയിൽ തുടക്കമായത്. ഹരിതകർമ്മസേന ശക്തിപ്പെടുത്താനും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാനും വേണ്ടി ആരംഭിച്ച ഗൃഹസന്ദർശനം കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. അജൈവ പാഴ്വസ്തുക്കൾ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി ശേഖരിച്ചു പോരുന്ന ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്താനും മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലെത്തിക്കാനുമുള്ള പ്രവർത്തനമാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചത്. ഇതുവഴി 100% ഭവന സന്ദർശനവും 100% യൂസർ ഫീ കളക്ഷനും നേടുക വഴി ശുചിത്വ പഞ്ചായത്തായി മാറാനാണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമം. പഞ്ചായത്തിലെ 1ാം വാർഡിലെ കോഴിപ്പള്ളി ലൈബ്രറി പടിയിൽ തുടങ്ങിവെച്ച ഗൃഹസന്ദർശനം കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ വർഷമായി നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത്. ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലടക്കം സംസ്ഥാനത്ത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പഞ്ചായത്ത് എന്നുള്ള നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങൾ മുൻകാലങ്ങളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് ഇന്ന് ലോകവും രാജ്യവും നമ്മുടെ സമൂഹവും ഒക്കെ നേരിടുന്ന മാലിന്യമെന്ന ആ വലിയ പ്രശ്നം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായ ഇടപെടലുകൾ ജനങ്ങളുടെ കൂടി സഹകരണത്തോടെ നമ്മുടെ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്ന മാർച്ച് മാസം അവസാനത്തോടു കൂടി മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം.എസ്. ബെന്നി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എം. സെയ്ദ്, പഞ്ചായത്ത് മെമ്പർമാരായ ബേസിൽ യോഹന്നാൻ, ഏഞ്ചൽ മേരി ജോബി, പി.പി. കുട്ടൻ, കില ബ്ലോക്ക് കോർഡിനേറ്റർ സലീം കാവാട്ട്, ഹരിതകർമ്മസേനാംഗങ്ങളായ ബാമിനി അശോകൻ, ജെയ്സി ബേസിൽ, സുലോചന രാജൻ, റസിയ, ആൻസി, അജിഷ, പഞ്ചായത്ത് സെക്രട്ടറി എം.എം. ഷംസുദ്ദീൻ, വിഇഒ ആർ.വി. വരുൺ, ഹെൽത്ത് ഇൻസ്പെക്ടർ എസ്. ഷമീർ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ശ്രീജ കെ.എസ്, നിയാസ് വി.ഐ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വിവിധ വാർഡുകളിൽ നടന്ന ഭവന സന്ദർശനത്തിന് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപ ഷാജു, കെ ഹുസൈൻ, ദിവ്യ സലി, പ്രിയ സന്തോഷ്, ശ്രീകലാസി, ഷജി ബസി എന്നിവർ നേതൃത്വം നൽകി. മാർച്ച് 10 വരെ ഭവന സന്ദർശനം തുടരും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അധിനിവേശത്തിനെതിരെ കേരളത്തിന്റെ ജനകീയ ബദലുയർത്തിയ ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭ കൂട്ടായ്മയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 2, 3, 4 തീയതികളിൽ കോഴിക്കോട്ട്. ഡിജിറ്റൽ മാധ്യമ ഇന്റർനെറ്റ് സേവനത്തെ ഭാവി കേരളത്തിന്റെ കരുത്തും ചാലകവുമാക്കി മാറ്റുവാനുള്ള ഈ മഹാസമ്മേളനത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.